കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചതിൽ സ്ഥലം ഉടമയെ പോലീസ് ചോദ്യം ചെയ്തു. ആലക്കൽ ജോസിനെയാണ് ചോദ്യം ചെയ്തത്. സംശയമുള്ള എല്ലാവരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നും തൊട്ടിൽപ്പാലം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, സ്വാഭാവികമായും ആ പ്രദേശത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് അന്വേഷണം? ആര്യ, കഴിഞ്ഞ ദിവസമാണ് പശുക്കടവിൽ ഇങ്ങനെയൊരു സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിലേക്ക് നയിച്ചതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ വന്നപ്പോഴാണ് ഷോക്കേറ്റാണ് ഈ സ്ത്രീ മരിച്ചത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഷോക്കേറ്റ് മരിച്ചതാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് അവിടെ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇപ്പോൾ സ്ഥലമുടമയായിട്ടുള്ള ആലക്കൽ ജോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പോലീസിനോട് ഇതിനോടകം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, താനല്ല വെച്ചത് എന്നാണ്. എന്നാൽ സംശയമുള്ള ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ സംശയമുള്ള ആളുകളെ കൂടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തൊട്ടിൽപ്പാലം പോലീസിന്റെ നീക്കം. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമാണ് ഈ ബോബിയുടെ മരണത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സംശയമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത് അതിലെന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ മാത്രമേ ഇനി FIR ഇടുന്ന കാര്യങ്ങളിലേക്കടക്കം പോലീസ് കടക്കുകയുള്ളൂ എന്നും ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഇതിലൊരു പന്നിക്കടി വെച്ചതാണോ എന്നൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഈ ബോബി മരിച്ചു കിടന്നതും ഈ പശുവിൻ്റെ ജഡവും ഉണ്ടായിരുന്നത് 2 മീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ്. അവിടെ നിന്ന് 15 മീറ്റർ മാറിക്കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ്, വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി കെട്ടിയിറക്കി ഏതെങ്കിലും വന്യമൃഗത്തെ ലക്ഷ്യം വെച്ചതാണോ എന്നൊരു സംശയമാണ് അവിടെ ഉയരുന്നത്. അവിടെയുള്ള പല ആളുകളും ആ സംശയം പറയുന്നുമുണ്ട്. കാരണം അവിടെയുള്ള അതൊരു കോക്കോ തോട്ടമാണ്. ആ തോട്ടത്തിലെ പല മരങ്ങളിലും ചെറിയ പൈപ്പിൻ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. വൈദ്യുതി ലൈനൊക്കെ ഒരു പക്ഷേ കെണിയൊക്കെ ഒരുക്കുമെങ്കിൽ അതൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ചില പൈപ്പിൻ കഷ്ണങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചുകൊണ്ടാണ് അവിടെ തൊട്ടിൽപ്പാലം പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നത്. എന്തായാലും ആരാണ് ഇങ്ങനെ അനധികൃതമായി ഒരു കെണി ഒരുക്കിയിരുന്ന ആ അന്വേഷണത്തിൽ വനം വകുപ്പും അവിടെ പരിശോധന നടത്തിക്കഴിഞ്ഞു. ഇന്നലെ ഈ ബോബിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടുകൂടി ചത്ത പശുവിൻ്റെ മൃതദേഹവും ജഡവും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വെറ്റിനറി സർജന്മാരെത്തി അതും പൂർത്തിയാക്കി. അതിലും വ്യക്തമാവുന്ന കാര്യം പശുവും ചത്തിരിക്കുന്നത് ഷോക്കേറ്റ് എന്ന് തന്നെയാണ്. ഇതിൽ കണ്ടെത്തേണ്ടത് ആരാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ അനധികൃതമായി വൈദ്യുതി ലൈൻ കെട്ടിയുണ്ടാക്കി കെണിയൊരുക്കിയത് എന്നാണ്. തൊട്ടിൽപ്പാലം പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. ആര്യ.